ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്, ലച്ചു. അതെ, അങ്ങ് ദൂരെ ക്യാമറ കണ്ട് പേടിച്ചോടാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോണത് ടൊറൻറ്റോ ഡൗൺ ടൗണിൽ ജസ്റ്റ് ഒന്ന് അവിടേക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാ വെച്ചിട്ട് ഞങ്ങളിപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കട്ടെ. അവിടുത്തെ നല്ല വെയിലുണ്ട്, പക്ഷേ നല്ല തണുപ്പുണ്ട്, നല്ല ക്ലൈമറ്റാണ്, പക്ഷെ കാറ്റുണ്ട്, ചില നേരത്ത് നല്ല കാറ്റാണ്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ബസ് കയറി നമ്മൾ ഗോ സ്റ്റേഷനിലേക്കാണ് പോണത്. Arriving at Spadina Station. നമ്മൾ അങ്ങനെ ഇവിടെ നിന്ന് സ്ട്രീറ്റ് കാർ പിടിക്കുകയാണ്. ലച്ചു ഇവിടെ ഭയങ്കര ബിസി ആയിട്ട് പോസ് ചെയ്യാണ് കേട്ടോ. ഈ കുട്ടി ഇങ്ങനെയൊന്നല്ല കേട്ടോ, ഭയങ്കര അലമ്പ. ചുമ്മാ ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. പിന്നെ കാണുന്ന പോസുകളാണ് ഇതൊക്കെ. ഞാൻ പൊട്ടിക്കും. എന്തായാലും ആദ്യമായിട്ട് വരുന്നോണ്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കല്ലേ, അല്ലേ? സത്യം പറഞ്ഞ ബാംബു ബോയ്സ് നാട് കാണാൻ ഇറങ്ങിയ പോലെ ഉണ്ട് നമ്മുടെ രണ്ടാമത്തെ. ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടുള്ള ഗേൾസ് ഡേ ഔട്ട്. ഇതില് രണ്ടാമത്തെ ട്രിപ്പ് അല്ല, നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് മോജിപ്പോയിരുന്നു. അതിന്റെ പിന്നെ വ്ളോഗ് എടുക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ നമ്മുടെ കാത്തിരുന്നത് നമ്മുടെ പിസ്സ എല്ലാവരും അഫോർഡബിൾ ആയിട്ട് വന്നിട്ട് കഴിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്യാമറ ഓഫ് ചെയ്തിട്ട് വേണം വാരി വലിച്ചടിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ലച്ചിരിക്കുന്നത്. കഴിച്ചോ, ഞാൻ ആരോടും പറയില്ല. ഹായ് ഹായ്.
ഇതിവിടെ മീൻ ചത്ത് കിടക്കുന്നതാട്ടോ, എന്താ കാര്യമൊന്നും അറിയില്ല. എപ്പോഴാ പോവാന്നറിയില്ല. അതെ, അയ്യോ ഇവിടെ കാക്ക. ഈ കാക്കൊക്കെ ഏത് ഫ്ലൈറ്റ് പിടിച്ച് വന്നിട്ടുണ്ടോ അല്ലേ, ഇഷ്ടംപോലെ ഉണ്ട്. ന്യൂയോർക്കിൻ്റെ ഉള്ളിലോട്ട് കയറി എന്തൊക്കെ ഉണ്ടെന്ന് കാണാം. AK ആതിര കിഷോറിൻ്റെ ബാഗ്.
അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഫുൾ കറക്കമൊക്കെ കഴിഞ്ഞു. ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നേരെ വന്ന പോലെ തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കണം. പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് ജസ്റ്റ് ഞങ്ങൾ വെറുതെ ഒന്ന് ഇവിടെ ടൗണൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങിയെന്നും മാത്രം. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വ്ളോഗ് ചെയ്തു എന്ന് മാത്രം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.